ഒരിക്കൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് എപ്പോഴും തോന്നിയിരുന്നത് താൻ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനാണെന്നും തൻ്റെ ജീവിതത്തിന് യാതൊരു മൂല്യവുമില്ലെന്നുമാണ്. ഒരു ദിവസം അയാൾ ഒരു പുരോഹിതന്റെ അടുത്തേക്ക് പോയി. എൻ്റെ ജീവിതത്തിന് എന്ത് മൂല്യമാണുള്ളത് എന്ന് ചോദിച്ചു. പുരോഹിതൻ അയാൾക്ക് ഒരു കല്ല് നൽകിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൻ്റെ മൂല്യം അറിയണമെങ്കിൽ ഈ കല്ല് മാർക്കറ്റിൽ കൊണ്ടുപോവുക. എന്നിട്ട് ആരെങ്കിലും വില ചോദിച്ചാൽ ഒന്നും പറയരുത്, 2 വിരലുകൾ ഉയർത്തുക. അയാൾ പുരോഹിതന്റെ വാക്ക് പാലിച്ച് മാർക്കറ്റിൽ പോയി. മാർക്കറ്റിന്റെ ഒരു മൂലയിൽ നിന്നപ്പോൾ ഒരു സ്ത്രീ അയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ കല്ലിന്റെ വില എത്രയാണ്? അയാൾ ഒന്നും പറഞ്ഞില്ല, 2 വിരലുകൾ ഉയർത്തി. അവൾ പറഞ്ഞു, 200 രൂപ. ഞാനിത് വാങ്ങാം. അയാൾ അത്ഭുതപ്പെട്ടു. പുരോഹിതന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. മാർക്കറ്റിൽ ഒരു സ്ത്രീ ഈ കല്ലിന് 200 രൂപ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പുരോഹിതൻ പറഞ്ഞു, ഇനി നീ ഈ കല്ല് ലേലവിൽപ്പന നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ആരെങ്കിലും വില ചോദിച്ചാൽ 2 വിരലുകൾ ഉയർത്തുക. അയാൾ ലേലവിൽപ്പന നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കല്ലുമായി ഹോളിൽ നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു വൃദ്ധൻ അയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു, സർ, ഈ കല്ല് വിൽക്കാനാണോ? അങ്ങനെയെങ്കിൽ എത്രയാണ് വില? അയാൾ ഒന്നും പറഞ്ഞില്ല, 2 വിരലുകൾ ഉയർത്തി. വൃദ്ധൻ പറഞ്ഞു, 20,000 രൂപ. ഞാനിത് വാങ്ങാം. അയാൾക്ക് വീണ്ടും അത്ഭുതപ്പെട്ടു. പുരോഹിതന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ലേലവിൽപ്പന നടക്കുന്ന സ്ഥലത്ത് ഒരു വൃദ്ധൻ ഈ കല്ലിന് 20,000 രൂപ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പുരോഹിതൻ പറഞ്ഞു, ഇനി ഒരു അവസാന സ്ഥലമുണ്ട്. നീ ഈ കല്ല് സിറ്റി മോളിലെ രത്നങ്ങളുടെ പണയ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ആരെങ്കിലും വില ചോദിച്ചാൽ 2 വിരലുകൾ ഉയർത്തുക. അയാൾ സിറ്റി മാളിലേക്ക് പോയി പണയ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ഷോപ്പ് ഉടമ കല്ല് കണ്ടപ്പോൾ തന്നെ ആവേശത്തോടെ പറഞ്ഞു, വാവ്, ഈ കല്ല്! ഞാൻ ഇത്രയും വർഷമായി തിരയുന്നത് ഇതാണ്. ഇതിൻ്റെ വില എത്രയാണ്? അയാൾ ഒന്നും പറഞ്ഞില്ല, 2 വിരലുകൾ ഉയർത്തി. ഷോപ്പ് ഉടമ പറഞ്ഞു, 2 ലക്ഷം രൂപ. ഞാനിത് വാങ്ങാം. അയാൾക്ക് തൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. അയാൾ പുരോഹിതന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. പണയ സ്ഥലത്തിൻ്റെ ഉടമ ഈ കല്ലിന് 2 ലക്ഷം രൂപ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പുരോഹിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലായോ? ജീവിതത്തിൽ നിന്നെ തന്നെ എവിടെ സ്ഥാപിക്കുന്നു എന്നത് തീരുമാനിക്കുന്നത് നീ തന്നെയാണ്. നിന്റെ മൂല്യം 200 രൂപയാകാം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാകാം. ചിലർക്ക് നീ ഒരു നേരം പോക്ക് മാത്രമാണ്. അവർ നിന്നെ ഉപയോഗിച്ച് മറക്കും. അവർക്ക് നീ ഒരു മൂല്യവുമില്ലാത്തവനാണ്. പക്ഷേ മറ്റു ചിലർക്ക് നീ തന്നെയാണ് എല്ലാം. അവർ നിന്നെ വിലമതിക്കും. നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല. അതിനാൽ നിന്നെ തന്നെ ജീവിതത്തിൽ എവിടെ സ്ഥാപിക്കണം എന്നത് നിനക്ക് തീരുമാനിക്കാനുള്ളതാണ്. അതിൻ്റെ മൂല്യവും നിനക്ക് തന്നെയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു അദ്വിതീയമായ മൂല്യമുണ്ട്. നമ്മൾ അത് ഏറ്റവും മൂല്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കണം. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളിൽ നമുക്ക് പ്രാധാന്യം നൽകപ്പെടുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മൂല്യമില്ല എന്ന് അർത്ഥമാക്കുന്നില്ല. നമ്മൾ നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും വേണം. ഒരു ദിവസം നമ്മുടെ മൂല്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരിടം നമുക്ക് കണ്ടെത്താനാകും. നന്ദി. കൂടുതൽ മുന്നോട്ട് പോകുക.